എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വിനീതമായ സ്വാഗതം. ഞാനിന്നിവിടെ നിർമ്മിക്കാൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് അർച്ചക്കാരാണ്. അതെങ്ങനെ നിർമ്മിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. കാർഡ്ബോർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. 5 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളവുമുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്. പ്ലാസ്റ്റിക് ഷീറ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെയുള്ളത് ഒരു ബിയോ മോട്ടറും അതിന്റെ പെയർ വീലുമാണ്. ഇതിന്റെ പെയറായതുകൊണ്ട് നമുക്ക് സിമ്പിളായി ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. HC06 എന്ന ബ്ലൂടൂത്ത് മൊഡ്യൂൾ. പിന്നെ ഉള്ളത് ഒരു അഡ്രിനോ നാനോ ബോർഡാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മോട്ടോർ ഡ്രൈവറാണ്. L298 എന്ന മോട്ടോർ ഡ്രൈവർ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 7.5 വോൾട്ട് ബാറ്ററി. ഫ്രണ്ട്സ്, ഇതിനെ അടുത്തതായിട്ട് എടുക്കുന്നത് ഒരു വയർ കഷ്ണമാണ്. ഇത് നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്യണം. ഇതിലൊരു എക്സ്ട്രാ ഒരു ഗ്രേ കളർ വയർ വന്നിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് വേർപെടുത്ത് മാറ്റുന്നതായിരിക്കും. നിങ്ങൾ എടുക്കേണ്ടത് ബ്ലാക്കും റെഡും ഒരു വയറായിരിക്കും. അങ്ങനെ 4 വയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ വയറ് ബിയോ മോട്ടറിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. 4 പീസ് വയറും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് സോൾഡർ ചെയ്യാൻ വേണ്ടി കുറച്ച് സോൾഡറിംഗ് പേസ്റ്റ് തേക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ കുറച്ച് വയറിലോട്ട് ഇങ്ങനെ തേച്ചിട്ട് സോൾഡർ ചെയ്യാൻ പോവാണ് നമ്മള്. ഓക്കെ, അടുത്ത പീസ് എടുക്കാൻ പോവാണ് നമ്മള്. അടുത്ത ബ്ലാക്ക് വയർ അതിന്റെ പേര് നമ്മൾ സോൾഡർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കുറച്ച് പേസ്റ്റ് തേച്ചിട്ടുണ്ട്. സോൾഡർ ചെയ്ത 4 പേരും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ സോൾഡർ ചെയ്തത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടേപ്പ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോൾഡർ ചെയ്തിരിക്കുന്ന മോട്ടർ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പ്ലാസ്റ്റിക് ബോർഡിലോട്ട് ഫിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ പശ ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്റ്റിക്ക് ചെയ്തതുപോലെ നമ്മൾ 4 എണ്ണം സ്റ്റിക്ക് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ നന്നായി ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോകും. ഓക്കെ, ഇതാ നമ്മൾ അടുത്തത് ഒട്ടിച്ചു. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. ഓക്കെ, അടുത്ത മോട്ടർ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നു. ഓക്കെ, നമ്മളിപ്പോൾ അവസാനത്തെ മോട്ടർ ഒട്ടിച്ചു. ഇനിയിപ്പോൾ ഉണങ്ങി കഴിഞ്ഞ അടുത്ത പരിപാടി നമ്മുടെ ബിയോ മോട്ടറിന്റെ ബീല് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളത് ഓരോന്നായി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. മോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഹോളിൽ കൂടെ നമ്മൾ ഈ മോട്ടർ നമ്മൾ ഫിക്സ് ചെയ്ത വയറ് അത് കൂടെ എടുക്കേണ്ടതാണ്. ഞാനിവിടെ 2 സോൾഡർ അയൺ കൊണ്ട് 2 ഹോൾ ഇട്ടിട്ടുണ്ട്. കൂടെ നമ്മൾ വയറൊക്കെ എടുത്തു കഴിഞ്ഞു. അത് ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പരിപാടി മോട്ടോർ ഡ്രൈവർ ഫിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളിത് കണക്ഷൻ കൊടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ കാണിച്ചു തരാം.
കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് 2 റെഡ് വയർ ഔട്ട് 4-ലോട്ടും ഇനി 2 ബ്ലാക്ക് വയർ ഔട്ട് 3-ലോട്ടുമാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇതുപോലെ അപ്പുറത്തെ സൈഡും കണക്ഷൻ കൊടുക്കണം. ഔട്ട് 1-ല് റെഡ് വയറും ഔട്ട് 2-ല് ബ്ലാക്ക് വയറുമാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ മോട്ടോർ ഡ്രൈവർ നേരെ മോട്ടറിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്രിനോ ബോർഡിൽ പ്രോഗ്രാം ചെയ്യേണ്ട കാര്യമുണ്ട്. അതിനായി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അഡ്രിനോ ഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ വലതുവശത്തായി കാണുന്ന 3 ബട്ടണിൽ പ്രസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആദ്യം കാണുന്ന സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ പ്രസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫ്രം ഡിവൈസ് സെലക്ട് ചെയ്യണം. ഇതിൻ്റെ ഡിവൈസിൽ ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഞാനിത് 1 എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനത് എടുത്തതിന് ശേഷം ബ്ലൂടൂത്ത് കൺട്രോൾ കാർ അഡ്രിനോ ഞാനത് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ മുകളിൽ കാണുന്ന ഫ്ലാഷ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കമ്പിലേഷൻ ഫിനിഷ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് OTG കേബിളും ഡാറ്റ കേബിളും ഇതിനായി ആവശ്യമുണ്ട്. ഇത് നിങ്ങൾ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ മുകളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത് അഡ്രിനോ ബോർഡിൻ്റെയും ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെയും കണക്ഷൻസ് ആണ്. ആദ്യം ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ 4 കണക്ഷൻസ് ഉണ്ട്. VCC, ഗ്രൗണ്ട്, TX-ഉം RX-ഉം. VCC നമ്മൾ അഡ്രിനോ ബോർഡിൻ്റെ 5 വോൾട്ടിലാണ് കൊടുക്കേണ്ടത്. ഗ്രൗണ്ട് നമ്മൾ ഗ്രൗണ്ടിലോട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. TX-ഉം RX-ഉം നമ്മൾ അഡ്രിനോ ബോർഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊടുക്കേണ്ടത്. ആ കണക്ഷൻസ് ഇനി ഞാൻ കാണിച്ചു തരാം. അതിനാവശ്യമായി നമ്മൾ ആദ്യം 4 ജമ്പർ വയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ജമ്പർ വയർ ഞാൻ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇത് കൂട്ടി പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്തു. ഇതിവിടെ 4 കളറുള്ള വയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ VCCക്ക് കൊടുത്തിരിക്കുന്നത് പേർപ്പിൾ വയറും, ഗ്രൗണ്ടിന് കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് വയറും, TX-ന് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ വയറും, RX-ന് കൊടുത്തിരിക്കുന്നത് റെഡ് വയറുമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കണക്ഷൻസ് നമ്മൾ അഡ്രിനോ ബോർഡിലോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഈ RX-ഉം TX-ഉം അഡ്രിനോ ബോർഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്നത് VCC ആണ്. അപ്പോൾ VCC നമ്മൾ ആദ്യം അഡ്രിനോ ബോർഡിൻ്റെ 5 വോൾട്ടിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ 5 വോൾട്ടിൽ കൊടുക്കാൻ പോവുകയാണ്. VCC 5 വോൾട്ടിൽ കൊടുത്തു. പിന്നെ അടുത്തതായി കൊടുക്കേണ്ടത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് നമ്മൾ ഗ്രൗണ്ടിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഗ്രൗണ്ടിൽ കൊടുത്തു. ഗ്രൗണ്ട് ഇനി കൊടുക്കാനുള്ളത് TX ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ TX RX-ലായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ TX RX-ൽ കൊടുത്തു.
പിന്നെ ഉള്ളതാണ് RX നമ്മൾ TXലും കൊടുത്തു. ഓക്കെ, ബ്ലൂടൂത്ത് ബോർഡിൻ്റെയും അഡ്രിനോ ബോർഡിൻ്റെയും കണക്ഷൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് ചെയ്യാനുള്ളത് അഡ്രിനോ ബോർഡും മോട്ടോർ ഡ്രൈവറിൻ്റെയും കണക്ഷൻസ് ആണ്. അപ്പോൾ അത് അഡ്രിനോ ബോർഡിൽ നിന്ന് D3 തൊട്ട് D8 വരെയാണ് കണക്ഷൻസ് ചെയ്യേണ്ടത്. D3 മുതൽ D8 വരെ. അപ്പോൾ ഞാനത് ജമ്പർ വയറും കൊണ്ട് ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ ഈ ജമ്പർ വയർസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഫ്രണ്ട്സ്, നമ്മുടെ മോട്ടോർ ഡ്രൈവറിൻ്റെയും അഡ്രിനോ ബോർഡിൻ്റെയും കണക്ഷൻസ് കഴിഞ്ഞു. അതിനെ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് D3 തൊട്ട് D8 വരെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, D3 തൊട്ട് D8 വരെയാണ്. അത് ഞാൻ എവിടെയൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു തരാം. D3 N2 കൊടുത്തിരിക്കുന്നത്. D4 N1 കൊടുത്തിരിക്കുന്നത്. D5 EVA കൊടുത്തിരിക്കുന്നത്. D6 ENB കൊടുത്തിരിക്കുന്നത്. D7 N4 D8 N3 കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ മോട്ടോർ ഡ്രൈവറിലോട്ട് കൊടുത്തിരിക്കുന്ന കണക്ഷൻസ്. നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മോട്ടോർ ഡ്രൈവറിൻ്റെയും നാനോ ബോർഡിൻ്റെയും ബ്ലൂടൂത്ത് ബോർഡിൻ്റെയും കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളിത് സ്റ്റിക്ക് ചെയ്യണം. ഞാൻ ഇവിടെ അതിനു വേണ്ടി ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബ്ലൂടൂത്ത് മോഡിലാണ് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അഡ്രിനോ ബോർഡ് സ്റ്റിക്ക് ചെയ്യണം. അഡ്രിനോ ബോർഡ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ സ്റ്റിക്ക് ചെയ്യണ പരിപാടി കഴിഞ്ഞു. അത് 7.5 ലിഥിയം റീചാർജബിൾ ബാറ്ററിയാണ്. അതിൻ്റെ അഡാപ്റ്ററാണത്. ഓക്കെ, നമുക്കിനി ബാറ്ററിയോട് ഫിക്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഓക്കെ, ബാറ്ററിയോട് ഫിക്സ് ചെയ്തു. ബാറ്ററി ഫിക്സ് ചെയ്തതിന് ശേഷം അതിന് കണക്ഷൻസ് കൊടുക്കണം. ഇനി നമുക്ക് അഡ്രിനോ ബോർഡിൻ്റെയും മോട്ടോർ ഡ്രൈവറിൻ്റെയും പവർ സപ്ലൈയും ഗ്രൗണ്ടും കൊടുത്ത നമ്മുടെ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ആദ്യം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അഡ്രിനോ ബോർഡിൻ്റെ പിന്നിലോട്ടാണ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ അഡ്രിനോ ബോർഡിൻ്റെ പിന്നിൽ കണക്ഷൻ കൊടുത്തു. ഈ വയർ നമ്മുടെ സ്വിച്ചിലോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ മോട്ടോർ ഡ്രൈവറിൻ്റെ പോസിറ്റീവിലോട്ട് കൊടുക്കാനുള്ള കണക്ഷൻസ്. അപ്പോൾ ഞാനത് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മളത് കണക്ട് ചെയ്തു. ഇനി നമുക്ക് അഡ്രിനോ ബോർഡിൻ്റെ ഗ്രൗണ്ടിലോട്ട് കണക്ഷൻ കൊടുക്കാനുണ്ട്. ഇതാണ് അഡ്രിനോ ബോർഡിൻ്റെ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലോട്ട് കണക്ഷൻ കൊടുത്തു. ഈ വയർ അഡാപ്റ്ററിൻ്റെ നെഗറ്റീവിലോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഇത് നമ്മുടെ മോട്ടോർ ഡ്രൈവറിൻ്റെ ഗ്രൗണ്ടിലോട്ട് കൊടുക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ കണക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് വർക്കാക്കാൻ വേണ്ടി ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ആപ്പിൻ്റെ പേരാണ് ബ്ലൂടൂത്ത് RC കാർ എന്ന് പറഞ്ഞ ഈ നീല കളർ ഒരു കാർ കാണിക്കുന്ന ഒരു ആപ്പാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഇവിടെ ബ്ലൂടൂത്ത് നമ്മൾ അലോ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ സെറ്റിംഗ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം കണക്ട് ടു കാർ കൊടുക്കണം. നിങ്ങളുടെ കാറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. HC06. ഓക്കെ, ഇവിടെ ഗ്രീൻ ലൈറ്റ് വരുന്ന വരെ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓൺ ചെയ്തു. നമ്മളൊന്നും കൂടെ ഒന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, ഗ്രീൻ ലൈറ്റ് കത്തി.
ചെയ്യാം ഫ്രണ്ട്സ്. ഇപ്പോൾ എൻ്റെ വീഡിയോ പൂർത്തിയായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം.